പഠിച്ചവനെ ഇയാൾ അധ്വാനിച്ചിട്ട് നീ കടം വീടില്ലല്ലോ. ഒരു കടയിൽ ജോലിക്ക് നിന്നു, അല്ലെങ്കിൽ ഗൾഫിൽ ഇനിയിപ്പോൾ എത്ര ജോലിക്ക് നിന്നാലും ഇപ്പോൾ ജോലിക്ക് നിന്നാൽ ശമ്പളം കിട്ടുക? ഈ ശമ്പളം എടുത്ത് വെച്ചിട്ട് ഈ 3.5 കോടി രൂപ ഇയാൾ എന്ന് വീട്ടും? അള്ളാഹു ആലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താ വർത്താനം? റാഹത്തല്ലേ? അള്ളാഹു നമുക്കൊക്കെ വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ കടങ്ങളുണ്ടാവുമല്ലോ അല്ലേ? കടങ്ങളില്ലാത്തവൾ വളരെ കുറവാണ്. ഒരുപാട് അമലുകൾ ഒരുപാട് ഉസ്താദുമാർ കടങ്ങൾ വീടാനുള്ള അമലുകൾ പറയുന്നുണ്ട് യൂട്യൂബിലൂടെ. നമ്മുടെ ചാനലിലുണ്ട് കടങ്ങൾ വീടാനും സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നിന്നും തരണം ചെയ്യാനും പറ്റുന്ന കുറേ അമലുകൾ. ചില ആളുകൾ എല്ലാ അമലും ചെയ്തു നോക്കും, വലിയ ഫലമൊന്നും കിട്ടില്ല. ചില ആളുകൾ അമലൊക്കെ ചെയ്യാൻ ഭയങ്കര മടിക്കാറ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമൽ ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ടാവും. ചില ആളുകളെ അള്ളാഹു കൊടുക്കുന്ന അള്ളാഹിൻ്റെ ഖലായിൽ നമുക്ക് എപ്പോഴാണോ പ്രതിവിധി ഫലം ലഭിക്കാൻ തീരുമാനിച്ച ആ സമയത്ത് നമുക്ക് ഫലം ലഭിക്കും. മൻജദ്ദ വജദ. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണ അമൽ കടം വീടാനുള്ളതാണ്. ചില ആളുകൾക്ക് പേടിയാണ്, ഉസ്താദ് എത്ര കാലം അധ്വാനിച്ചാലും വീടാത്ത അത്രയും കട. കോടികളൊക്കെ കടമുള്ള ആളുകളുണ്ട്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ലക്ഷങ്ങൾ കടമുള്ള ആളുകളുണ്ട്. എന്നാൽ ചെറിയ പൈസ കടമുള്ള ആളുകൾക്കും പേടിയുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറയാൻ പോകുന്നത് കടം വീടാൻ എന്ത് ചെയ്യാൻ പറ്റും. ചില ആളുകൾ പറയും, പൊന്നാര ചങ്ങായിമാരെ, ഇവിടെ ഇങ്ങനെ യൂട്യൂബിൽ പല ആൾക്കാർ ഇങ്ങനെ പല അമലും പറയണത് കേട്ടിരുന്നുകൊണ്ടൊന്നും കടം വീടില്ല. അതിന് പണിക്ക് പോകണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? കടം വീടുള്ളൂ. ശരിയാണ്, പണിക്ക് പോയാൽ കടം വീടും. ദിവസം 500-നും 700-നൊക്കെ കൂലിക്ക് പണിക്ക് പോയിട്ട് വീടിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലക്ഷങ്ങൾ കടമുള്ള ആളുകൾ അത് വീട്ടും അല്ലേ? അള്ളാഹു വീട്ടാൻ തൗഫീഖ് കൊടുക്കട്ടെ. കടം വീടാൻ പറ്റിയ എന്തെങ്കിലും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. കാരണം അത്രത്തോളം കടങ്ങളുണ്ട് പല ആളുകൾക്കും. അള്ളാഹുവിൻ്റെ ഖജനാവ് വിശാലാണ്. അള്ളാഹ് തരാൻ തീരുമാനിച്ചാൽ തടുക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഒരുപാട് കടമുള്ള ആളുകൾ ഇൻഷാ അള്ളാഹ് ഞാനൊരു അമൽ പറഞ്ഞുതരാം. സുബഹിയുടെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ, സുബഹിയുടെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ സൂറത്ത് കൊണ്ട് മറ്റ് അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഈ സമയത്ത് ഓതിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചോനെ, എന്തെങ്കിലും ഒരു മാർഗം, എന്ത് മാർഗ്ഗമായാലും കുഴപ്പമില്ല പടച്ചോനെ, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നേ പറ്റൂ. ആകെ കുടുങ്ങിപ്പോയി അല്ലാഹ്. എത്ര വലിയ കടാണെങ്കിലും പടച്ചോനെ വീട്ടി തരണമെന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഒരു ദിവസം ചെയ്യുമ്പോഴത്തേന് പിറ്റേ ദിവസം ലക്ഷങ്ങൾ കൈമക്ക് വരുന്നു കരുതാണ്ട കേട്ടോ. അങ്ങനെ ചില ആൾക്കാർ കരുതും, ഒരു ദിവസം 2 ദിവസം ചെയ്ത് ഒരു 3 ദിവസം ചെയ്തിട്ട് കടങ്ങളൊന്നും വീടിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ കരുതരുത്. നമ്മളിതൊക്കെ ചെയ്യുക. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് വഴുകാതെ അള്ളാഹു നമ്മളെ മുന്നിലേക്ക് അതിനുള്ള ഭാഗ്യം എത്തിച്ചു തരും. കടം വന്ന് മരണപ്പെടാൻ പാടില്ല നമ്മളാരും. അള്ളാഹു അത്തരത്തിലുള്ള മരണത്തെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കടം കൊണ്ടുള്ള മരണം അതൊരു വല്ലാത്ത വേദനയാണ്. എത്ര വലിയ കടങ്ങളാണെങ്കിലും കടങ്ങൾ വീടണം. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തരട്ടെ. അപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന അമലാണെന്ത്? ഫാത്തിഹ സൂറത്ത് 41 തവണ സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്തിൻ്റെയും ഫർളിൻ്റെയും ഇടയിൽ 41 തവണ മന്ത്രിക്കുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളെ പ്രയാസങ്ങൾ തീർത്തു തരും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു തരട്ടെ. ഈ അടുത്ത കാലത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ 3.5 കോടി രൂപ കടമുണ്ട്. അയാളെ വീട് ജപ്തിയിലാണ്, ഭയങ്കര പ്രയാസത്തിലാണ്. ഈ അമലുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു വിട്ടു. പക്ഷെ ഞാനൊരു നിമിഷം ആലോചിച്ച് പോയി, പഠിച്ചവനെ ഇയാൾ അധ്വാനിച്ചിട്ട് നീ കടം വീടില്ലല്ലോ. ഒരു കടയിൽ ജോലിക്ക് നിന്നു, അല്ലെങ്കിൽ ഗൾഫിൽ ഇനിയിപ്പോൾ എത്ര ജോലിക്ക് നിന്നാലും ഇപ്പോൾ ജോലിക്ക് നിന്നാൽ ശമ്പളം കിട്ടുക? ഈ ശമ്പളം എടുത്ത് വെച്ചിട്ട് ഈ 3.5 കോടി രൂപ ഇയാൾ എന്ന് വീട്ടും? അള്ളാഹു ആലം. അയാൾ ഒരുപാട് സമാധാനപ്പെടുത്തി പറഞ്ഞു വിട്ടു. എന്നാൽ ഈ 3.5 കോടി ആർക്ക് വിഷയമല്ല? അള്ളാഹ്ക്ക് വിഷയമല്ല. അള്ളാഹ്ക്ക് വളരെ സിമ്പിളല്ലേ? അള്ളാഹിൻ്റെ ഖജനാവിൽ എന്തൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ട് നിങ്ങൾ
അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരട്ടെ. കടമില്ലാതെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.